PSC 2024 ചോദിച്ച സയൻസ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടികളിലെ എല്ലുകളെ ദുർബലപ്പെടുത്തുന്ന റിക്കറ്റ്സ് എന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നത് ശരീരത്തിൽ ഡാഷ് കുറയുന്നത് മൂലമാണ്. ഏത് വൈറ്റമിനാണ്? വൈറ്റമിൻ ഡി കുറയുന്നത് മൂലമാണ് റിക്കറ്റ്സ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഓപ്ഷൻ ബി സ്റ്റേപ്പീസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓസോൺ പാളിയുടെ കനം കുറയുന്നതിനു പ്രധാനമായും കാരണമാകുന്നത്. ഓസോൺ പാളിയുടെ കനം കുറയുന്നതിന് പ്രധാനമായും കാരണമാകുന്നത് CFC, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. അടുത്ത ക്വസ്റ്റ്യൻ. സിക വൈറസ് രോഗം പകരുന്നത് പ്രധാനമായും എന്തുവഴിയാണ്? കൊതുകുകടി വഴിയാണ്. ഈഡിസ് ഈജിപ്തി വിഭാഗത്തിൽപ്പെട്ട കൊതുകുകടി വഴിയാണ് സിക വൈറസ് പകരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമധ്യരേഖയ്ക്കടുത്ത് വെച്ച് മാസും ഭാരവും നിർണയിച്ച ഒരു വസ്തു ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് വെച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കൂടുതൽ. മാസ് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഭാരം എന്താണ്? ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ബലമാണ് ഭാരം. ഭാരം കാണാനുള്ള ഇക്വേഷൻ m×g ആണ്. ജിയുടെ വാല്യൂ ഏറ്റവും കൂടുതൽ ധ്രുവപ്രദേശങ്ങളിലായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ് ഗതികോർജം കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ v എന്തായിരിക്കും? 2 മടങ്ങാകും. അപ്പോൾ ഗതികോർജം 4 മടങ്ങാകും. ഓപ്ഷൻ സി 4 മടങ്ങാകും. അടുത്ത ക്വസ്റ്റ്യൻ. പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ഓപ്ഷൻ ബി അപവർത്തനം. അടുത്ത ക്വസ്റ്റ്യൻ. ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ പീരിയോഡിക് ടേബിളിൻ്റെ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? ഓപ്ഷൻ സി 18ാം ഗ്രൂപ്പിലാണ് ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം താപനിലയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ നേർ അനുപാതത്തിലായിരിക്കും. ചാൾസ് നിയമമാണ് ഇവിടെ പറയുന്നത്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം താപനിലയോട് നേർ അനുപാതത്തിലായിരിക്കും. അടുത്തത്. കാർബണിൻ്റെ രൂപാന്തരമായ വജ്രത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 3 ആണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, ശക്തിയായ സഹസംയോജക ബന്ധനമാണ് വജ്രത്തിൻ്റെ കാഠിന്യത്തിനു കാരണം. ശരിയാണ്. വജ്രത്തിന് അപവർത്തനാങ്കം വളരെ കൂടുതലാണ്. അതും ശരിയാണ്.